വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് വാച്ച് കളക്ഷൻസും പിന്നെ എൻ്റെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസ്, ഇയറിംഗ് കളക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ലൈവ് ഇടുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ചോദിക്കും, അതായത് ഞാൻ ഓരോ ദിവസം ഓരോ വാച്ചായിരിക്കും ഇടുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും വാച്ച് കളക്ഷൻസ് കാണിക്കുമെന്ന്. അപ്പോൾ എനിക്ക് ആകെപ്പാട് എനിക്കുള്ളത് ഒരു 4-5 വാച്ചാണ്. അപ്പോൾ അതെന്തായാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ വീഡിയോൻ്റെ ലെങ്ത് കുറച്ച് കൂട്ടാൻ വേണ്ടി എൻ്റെ കുറച്ച് ജ്വല്ലറി കളക്ഷൻസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം ഗൈസ്. ഈ ക്യാപ്പ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? ഇത് ഇന്നലെ ഞാൻ ഈ കഴിഞ്ഞ തെന്മല പോയപ്പോൾ വായിക്ക എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു ക്യാപ്പാണ്. ഇത് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത് ഇങ്ങനെ ചവറിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, ആ ക്യാപ്പ് വെച്ചപ്പോൾ കുറച്ചുകൂടി കൊള്ളായിരുന്നു അല്ലേ? സാരമില്ല. അപ്പോൾ ഞാനിപ്പോൾ കമ്മലൊന്നും ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഇട്ട് കാണിച്ചു തരാം. ഇതെങ്ങനെ ഇങ്ങനെ വാച്ച് കളക്ഷൻസ്, ജ്വല്ലറി കളക്ഷൻസ്, ലിപ്സ്റ്റിക് കളക്ഷനൊക്കെ കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറേ പേര് വീഡിയോസ് കണ്ടിട്ടുണ്ട്, എന്നാലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്നത് കാഷ്യോൻ്റെ വാച്ചാണ്. ഇതെനിക്ക് ഇക്ക തന്ന വാച്ചാണ്, കാഷ്യോൻ്റെ ഈ വാച്ച്. ഇത് അത്യാവശ്യം കുറച്ച് പഴയതായിട്ടുണ്ട്, കാരണം ഞാൻ അത്രയ്ക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ആയാലും വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ ആയാലും ഒക്കെ പോണൊരു കാഷ്യോൻ്റെ ഒരു അടിപൊളി വാച്ചാണ്. ഐ ലൈക്ക് ദിസ്. അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു വാച്ചാണ്. ഇതൊരു സ്മാർട്ട് വാച്ചാണ്, പക്ഷെ ഇപ്പോൾ ഇതിൽ ചാർജ് ഇല്ല. കണ്ടില്ലേ? ഇതും അത്യാവശ്യം വെസ്റ്റേണിൻ്റെ കൂടെയും ട്രഡീഷണലിൻ്റെ കൂടെ ഒക്കെ പോണൊരു സൂപ്പർ സ്മാർട്ട് വാച്ചാണ് ഗൈസ്. ഇതൊരു റൗണ്ട് സ്മാർട്ട് വാച്ചാണ്. ഓണാക്കി കാണിക്കാൻ പറയില്ല, ചാർജ് ഇല്ല. ഞാൻ അങ്ങനെ ഇപ്പോൾ എൻ്റെ എല്ലാ വാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒന്നേ ആ വാച്ച് ഓടാത്തതായിരിക്കും, അല്ലെങ്കിൽ ആ വാച്ച് ചാർജ് ഇല്ലാത്ത വാച്ചായിരിക്കും. ഞാൻ ചാർജിലിടുമല്ലോ, ഞാൻ വാച്ചിൽ സമയം നോക്കാറില്ല. പിന്നെ ഇങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടി ഞാൻ വാച്ചിടും. എനിക്ക് വാച്ച് ഭയങ്കര പ്രാന്താണ്. എന്ന് വെച്ചാൽ വാച്ച് എനിക്ക് ജീവനാണ്. വാച്ച്, ഡ്രസ്സ്, ചെരുപ്പ്, ഐസ്ക്രീം വേണ്ടി പോകുന്നു. വാച്ച്, ഡ്രസ്സ്, ചെരുപ്പ്, പിന്നെ ഈ ജ്വല്ലറി ടൈപ്പ് സാധനങ്ങൾ, ക്ലിപ്സ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായ? അപ്പോൾ ഇതാണ് അടുത്തൊരു വാച്ച്. ഇത് വാട്ടർ പ്രൂഫാണ്. ഞാൻ മഴ ടൈമിൽ ധൈര്യമായിട്ട് ഞാൻ കെട്ടണ ഒരു വാച്ചാണിത്. കാരണം ഇത് അടിച്ചു പോകില്ല. അത് ഞാൻ മഴയത്ത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വാട്ടർ പ്രൂഫാണ്. കണ്ടില്ലേ? ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 2000 ആ ഒരു റേറ്റാണ് ഇതിന് പറഞ്ഞത്. 2000 സംതിങ് എന്തോ ആണ്. അടുത്തത് ഞാൻ കാണിക്കുന്നതൊക്കെ എൻ്റെ ഫേവറേറ്റ് വാച്ചാണ്. എൻ്റെ ഉള്ളതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വാച്ചാണ്. എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു വാച്ച് പോലും എൻ്റെ ഇല്ല. അടുത്തത് ഈ ഒരു വാച്ചാണ്. ഇതൊരു പിങ്ക് കളറാണ്. ഇത് പിങ്ക് കളർ വാച്ചാണ് ഗൈസ്. ഇതും വെസ്റ്റേൻ്റെ കൂടെ ട്രഡീഷണലോടെ ഒക്കെ പോണതാണ് ഈ ഒരു വാച്ച്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഓടാൻ ചോദിച്ചാൽ ഓടൂല. എനിക്ക് ഇങ്ങനത്തെ വാച്ചിൽ എനിക്ക് സമയം നോക്കാൻ അറിഞ്ഞൂടാ. അപ്പോൾ ഇതാണ്. ഈ ഡ്രസ്സിൻ്റെ കൂടെ ഈ വാച്ചൊക്കെ ചേരുമല്ലേ? നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ കാണാൻ വേണ്ടിയിട്ട് എന്നെ പോലെ. ഇത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞൊരു പേജുണ്ട്. ആ പേജിൽ ഇത് അവൈലബിൾ ആണ്. ഇത് ഞാൻ ആ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, ഇനി അടുത്ത വാച്ച്. ഇതും എൻ്റെ ഫേവറേറ്റ് വാച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയൊരു വാച്ചാണ് ഈ വാച്ച്. കണ്ടില്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതും ഒരു സ്മാർട്ട് വാച്ചാണ്. പക്ഷെ ഇതിൽ ചാർജ് ഉണ്ട്. കണ്ട? ഈ വാച്ചിൽ ചാർജ് ഉണ്ട്. ഇതൊക്കെ ഇടുമ്പോൾ ഒരു റിച്ച് ലുക്ക് കിട്ടും. അപ്പോൾ ഇതാണ്. ഇത് എനിക്ക് ഇൻസ്റ്റയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് ഏത് പേജാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, അടുത്ത വാച്ച്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് വാച്ച്. എന്നുവെച്ചാൽ ഞാൻ അത്രയും ആഗ്രഹിച്ച് ഈ ഒരു മോഡൽ ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അത്രയും ആഗ്രഹിച്ച് എനിക്ക് ഫാഷൻ ഫാക്ടറിന്ന് അയച്ചു തന്നൊരു വാച്ചാണ് ഇത്. ഈ സ്നേക്ക് വാച്ച്. എന്തെടുക്കാ? ഓ, വാങ്ങിച്ചോ? എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഓ, ഇത് എൻ്റെ ഒരു സ്നേക്ക് വാച്ചാണ്. ഇതിങ്ങനെ ചുറ്റിയാണ് ഇടേണ്ടത്. കണ്ടില്ലേ?
ഇതും വെസ്റ്റേൺ ടൈപ്പ് മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ജീൻസ് ടോപ്പിൻ്റെ കൂടെയൊക്കെ ഇത് പോകും. ബ്ലാക്ക് കളർ സ്ലീവ്ലെസ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇത് ഇടുമ്പോൾ അടിപൊളിയായിരിക്കും ഗൈസ്. കണ്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാച്ച്. കണ്ടില്ലേ എന്ത് രസമാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് തരാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഡ്രസ്സ്, വാച്ച്, ജ്വല്ലറി ഐറ്റംസ് ഇതൊക്കെ തന്നാൽ നന്നായിരിക്കും. ഇതൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ എനിക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യണ പോലും എനിക്ക് താല്പര്യമില്ല. അതേസമയം എനിക്കൊരാളൊരു വാച്ച് കൊണ്ട് തന്നാൽ ഞാൻ സന്തോഷിക്കുന്നത്. അത് ഭയങ്കര സന്തോഷമാണ്. എന്നുവെച്ചാൽ ഈ വീതി കുറഞ്ഞ വാച്ചൊന്നും ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഇതുപോലത്തെ വീതിയൊക്കെ ഉള്ള വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഈ വാച്ച് എന്തായാലും ഇട്ടിരിക്കാം. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ വാച്ചിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ഇതിനെന്ത് പറയണത്, ബ്രേസ്ലെറ്റ് എന്നോ എന്തോ ഒന്ന്. ഇത് ഇല്ല, ഒന്നിത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ശ്രീകുട്ടി, അവൾ എനിക്ക് തന്നതാണ് ഈ വാച്ച്. എന്തരിക്കാ പറ്റൂല. അടുത്തത് ഇതും ഇങ്ങനെ കൈൻ്റെ കൂടെ ചേർത്ത് ക്ലിപ്പ് ഇട്ട് കൊടുത്ത്. അടുത്തത് ഇതാണ്. ഇതൊക്കെ ഒരു റിച്ച് ലുക്ക് കിട്ടും സീരിയസ്ലി. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇതാണ്. ഇതിങ്ങനെയാണ് എൻ്റെ. കണ്ടില്ലേ? ഇങ്ങനത്തെയാണ്. കണ്ടില്ലേ? നിങ്ങളിത് കണ്ടിട്ടുണ്ടായിരിക്കും കുറേ പേരുടെ കയ്യിലും. ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ഉള്ള സാധനമാണ്. പിന്നെ ഉള്ളത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെനിക്ക് നമ്മുടെ ബിഗ് ബിയുടെ മെഹന്തി ഇല്ലേ, അവർ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഇത്. അവർ കുറേ സാധനം ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സാധനമാണ് ഇത്. ഇത് മറ്റേ ഇങ്ങനെ സിബ് പോലെയാണ്, പക്ഷെ സിബ് വലിക്കാൻ പറ്റൂല കേട്ടാ. കണ്ട നല്ല രസമുണ്ട്. കണ്ടില്ലേ? ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്, കുറേ വട്ടം ഇട്ടിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഊരടാ അങ്ങോട്ട്. ഊരി. അടുത്തത് ഇതാണ്. ഇത് ഞാൻ അങ്ങനെ ഇതുവരെ ഇട്ടിട്ടില്ല. കണ്ട? ഓക്കെ, ഇതാണ്. അടുത്തത് ഇത് ഞാൻ അടുത്തത് കാണിക്കാൻ വേണം. ഞാൻ മീഷോയിൽ നിന്ന് ബുക്ക് ചെയ്ത് വാങ്ങിച്ചതാണ്. പക്ഷെ എൻ്റെ കൈക്ക് ഇത്രയും ചേരൂല എന്ന് ഞാൻ വിചാരിച്ചില്ല. കയ്യിന് ചേരും എന്ന് വിചാരിച്ച് വാങ്ങിച്ചൊരു സാധനമാണ്. ഓക്കെ, ഇതെൻ്റെ ഇതും ഇപ്പോൾ വൈറലായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഇതെൻ്റെ പണ്ടാളം കൈക്ക് ചേരൂല. കുഞ്ഞു കൈക്ക്, അതായത് സ്കെൽറ്റ് കൈനൊക്കെയാണ് ഇത് ചേരണത്. കണ്ടില്ലേ? പക്ഷെ ഇത് ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ ഓക്കെയാണ്. ഇങ്ങനെ അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ഇട്ടില്ല. ഇതിടാനുള്ളൊരു കോൺഫിഡൻറ്റ് എനിക്ക് ഇതുവരെ വന്നില്ല. സോ അങ്ങനെ. ഇനി ഞാൻ കാണിച്ചു തരാൻ പോണത് എൻ്റെ കുറച്ച് ഇയറിംഗ് കളക്ഷൻസ് ആണ്. ഫസ്റ്റ് ആണ് ഇതാണ്. ഇത് നല്ല ഭംഗിയില്ലേ? കണ്ടില്ലേ? ഇതാണ് ഗൈസ്. കണ്ടില്ലേ? ഇത് നല്ല ഭംഗിയാണ്. ഞാൻ ഒരെണ്ണമൊക്കെ ഇട്ട് കാണിച്ചു തരാം. കണ്ട? ഇത് കൊള്ളാം, പക്ഷെ ഞാൻ ഇതുവരെ ഇത് ഇട്ടിട്ടില്ല. സോ ഇതാണ്. അടുത്തത് കാണിച്ചു തരാമേ. അടുത്തത് ഇതാണ്. ഇത് ഒരു റിംഗ് ആണ്. എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. കണ്ടില്ലേ? എനിക്ക് ഇങ്ങനത്തെ ഇയറിങ്സ് ആണ് ചേരണതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മനസ്സിലായി? ഞാൻ സ്വർണം അങ്ങനെ ഇടാറില്ല പൊതുവെ. കണ്ടില്ലേ? എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അടുത്തത് ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം വീടിനടുത്തുള്ള സരിത ചേച്ചി എനിക്ക് വാങ്ങി തന്നെയാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടില്ല. ഇത് വാങ്ങിച്ചിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഞാൻ ഇനി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടും. കണ്ടോ? ഇങ്ങനെ ഇരിക്കും. കാതിലൊരു ബട്ടർഫ്ലൈ.
ഞാൻ ഈ വാച്ചിൻ്റെ കൂടെ ഇതിടും. ചുമ്മാ ഒരു രസം, ഇതൊക്കെ അല്ലേ ഒരു രസം. പിന്നെ ഇന്ന് സത്യം പറഞ്ഞാൽ ഡെയിലി വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചാണ്. ഞാൻ രാവിലെ എടുക്കാം. ഇതെന്തൊരു സാധനം? ഞാൻ രാവിലെ എടുക്കാൻ മറന്നുപോയി. അപ്പം പിന്നെ വിചാരിച്ച് ഇങ്ങനെ എടുക്കാമെന്ന്. പിന്നെ ഒരു ബ്രേസ്ലെറ്റ് കൂടെ ഉണ്ട്, കണ്ടില്ലേ? ഓക്കെ, ഇനി ബാക്കി ഇയറിങ്സ് കാണിച്ചു തരണ്ടേ? ഇത്രയാണ് ബാക്കിയുള്ള ഇയറിങ്സ്. ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകാം, ഇതൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒന്നിത്. ഇതെനിക്ക് എൻ്റെ ഉമ്മച്ചി ഓണത്തിന് വാങ്ങിച്ചു തന്നെയാണ് അത്. പിന്നെ ഉള്ളത് ഒരു പിങ്ക് കളർ ഗുണ്ട്. എന്തൊരു കയ്യിൽ നിൽക്കാതെന്ത് കണ്ടോ? പിന്നെ ഉള്ളത് ഇത്. ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഡയമണ്ട് പോലെ പറഞ്ഞ ഒരു ഇതുണ്ട്, കണ്ട? ഇത് ഡയമണ്ട് പോലെയാണ്. പിന്നെ ഇങ്ങനത്തെ കമ്മല് സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടില്ല. ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണേ. ഞാനിത് ഇട്ടിട്ടില്ല, പക്ഷെ ഇത് ഇടുമ്പോൾ ചേരുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊന്നും ഇടാനുള്ള ഒരു കോൺഫിഡൻറ്റ് എനിക്കില്ലെങ്കിൽ പുറത്താവും ഭയങ്കര ഒരിതാണ് ഇങ്ങനത്തെ കമ്മലിടുമ്പോൾ. മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ ഇത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അയ്യോ, ഇങ്ങനെ എടുക്കണ. ഓക്കെ, കണ്ട? നല്ല ഭംഗിയുണ്ടല്ലേ, കൊള്ളാമല്ലേ കാണാൻ? അപ്പം ഇനി ഞാൻ പുറത്തുപോകുമ്പോൾ ഇടാം. പിന്നെ കാണിക്കാത്ത കമ്മൽ ഇതാണ്. അത് കാണിക്കണം. ഇതാണ്. ഇതൊരു ബ്ലാക്ക് കളറാണ്. ഇങ്ങനെ ഇരിക്കാം. കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ഉള്ളത് ഇതാണ്. ഇത് കണ്ടോ? ഇങ്ങനത്തതൊക്കെ സ്റ്റുഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതെനിക്ക് സ്റ്റുഡിയോയിൽ നിന്ന് കിട്ടിയതൊന്നുമല്ല. ഇതെനിക്ക് ഓരോ പേജിൽ നിന്ന് കിട്ടണതാണ്. കണ്ടില്ലേ? ഇതൊക്കെ എനിക്ക് ഇങ്ങനത്തെ, അതായത് ഇങ്ങനത്തെ ഇറങ്ങിയ സമയത്ത് ഞാൻ കൈ സ്റ്റുഡിയോയിൽ പോയ സമയത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതൊക്കെ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു ഇടാൻ. പിന്നെ ഞാൻ അപ്പോൾ എനിക്ക് പൈസ ഇറക്കാൻ മടിയായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. കണ്ടോ? ഇതാണ് ഞാൻ സ്ഥിരം ഇടുന്നത്. പൈസ ഇറക്കാനുള്ള മടി കാരണം വാങ്ങിച്ചില്ല. പിന്നെ എനിക്ക് ഇതുപോലത്തെ ഒരുപാട് കിട്ടി, ഇപ്പോഴും കിട്ടുന്നുണ്ട്. കണ്ടോ ഗൈസ്? ഇനിയുണ്ട്. പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട്, പക്ഷെ ഞാനിത് അങ്ങനെ ഇടൂല. എനിക്ക് ഇങ്ങനത്തെ കമ്മലൊന്നും ഇടാൻ വലിയ കോൺഫിഡൻറ്റ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഇങ്ങനത്തെയൊക്കെ ഇതൊക്കെ ഞാൻ പാർട്ടി വെയറിൻ്റെ കൂടെയൊക്കെ വല്ലപ്പോഴും ഒക്കെ തോന്നണമെങ്കിൽ മാത്രമേ ഇടും. ഇത്രയും വലിയ കമ്മലിടാനുള്ള ഒരു കോൺഫിഡൻറ്റ് എനിക്കില്ല. എനിക്ക് അത്ര ഇഷ്ടമില്ല ഇങ്ങനത്തെ വലിയ കമ്മലൊന്നും ഇടുന്നത്. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കമ്മലൊക്കെ അങ്ങനത്തെ ഒക്കെ ഇടാനാണ് എനിക്കിഷ്ടം. കണ്ട? അയ്യോ, ചൊറിയണം. ഇതെനിക്ക് ചേരുമോ? ഇങ്ങനത്തെ കമ്മൽ എനിക്ക് ചേരുമെന്ന് ഞാൻ വിശ്വസിക്കണില്ല. എന്നാലും ഞാൻ ചില ഡ്രസ്സിൻ്റെ ഒക്കെ കൂടെ ഇടും. അങ്ങനെ പിന്നുള്ളത് ഇതാണ്. ഇതൊക്കെ ചേരും. ഇത് പലവ കമ്മലാണ്, പലവ വലുത്, പലവൻ്റെ അത്ര ഉണ്ട്. പിന്നെ ഇതെനിക്ക് ചേരണതേ ഇല്ല. കണ്ട ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക്? അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വാച്ച് കളക്ഷൻസും എൻ്റെ ജ്വല്ലറി കളക്ഷൻസും. പിന്നെ നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ എൻ്റെ വാച്ച് കളക്ഷൻസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? അപ്പോൾ ഞാൻ ക്യാപ്പ് ഒന്നുകൂടെ വെച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ എൻ്റെ വാച്ച് കളക്ഷൻസ്? ഞാൻ ഇതെല്ലാം അങ്ങനെ യൂസ് ചെയ്യൂല, ഇത്രയും ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സാധനം മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നെക്സ്റ്റ് ഏത് വീഡിയോ ലിപ്സ്റ്റിക് കളക്ഷൻ കാണിക്കാൻ മാത്രം നിങ്ങൾ പറയില്ല. കാരണം എനിക്കൊരു 4 ഷെയ്ഡ് ലിപ്സ്റ്റിക്കേ ഉള്ളൂ. അതുകൊണ്ട് അത് കാണിക്കല്ലോ ഇപ്പോൾ നിർവാഹമല്ല. പിന്നെ മേക്കപ്പ് കളക്ഷൻസ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് അത്യാവശ്യമുണ്ട്, എല്ലാ മേക്കപ്പ് സെറ്റും കൂടി അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് കളക്ഷൻ വേണം, ഡ്രസ് കളക്ഷൻ വേണമെങ്കിൽ അത് പറയുക. അപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ, എന്ത് വീഡിയോ ഇടണം, എങ്ങനത്തെ വീഡിയോ ഇടണം, പിന്നെ ഈ വീഡിയോയിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് വരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ
ഞാൻ വീണ്ടും പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. തലയ്ക്ക് സുഖമില്ലെന്ന് തോന്നുന്നു എനിക്ക്. അത് നിങ്ങളെല്ലാവരും പറയണ കാര്യമില്ല എനിക്ക് തലയ്ക്ക് സുഖമില്ലാത്ത കൊച്ചാണെന്ന്. ഞാൻ ഇങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ ഉമ്മച്ചിയടുത്ത് ചോദിച്ചു എൻ്റെ സൗണ്ട് എന്തിങ്ങനെയെന്ന്. അപ്പോൾ ഉമ്മ പറഞ്ഞു അത് ജന്മനാ കിട്ടിയതാണെന്ന്. തന്നെ ജന്മനാ കിട്ടിയതാണ് ഗൈസ്. എൻ്റെ സൗണ്ട് ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെ ഇക്കാലത്ത് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇക്കാലത്ത് സംസാരിക്കുമ്പോൾ വലിച്ച് സംസാരിക്കും. അപ്പോഴത്തേക്കും കറക്റ്റ് വീഡിയോയിലുള്ള സൗണ്ടാവും എൻ്റെത്. ഓക്കെ, ഈ സൗണ്ടിന് എന്താണ് നിങ്ങൾ ഇത്രയ്ക്ക് ഇതാക്കി എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇഷ്ടമുള്ളവരും ഉണ്ട്, ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്താലും, ഇപ്പോൾ നല്ല കാര്യം ചെയ്താൽ പോലും നെഗറ്റീവ്സ് വരും. സോ ഇതൊക്കെ സോഷ്യൽ മീഡിയയുടെ പാർട്ടായിട്ട് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ടിങ് ടിങ് ടിങ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കണം, സേഫായിട്ട് പോകണം, സേഫായിട്ടിരിക്കണം. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാവരും ഇഗ്നോർ ചെയ്ത് ഓവർ തിങ്ക് ചെയ്യാതെ സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.